സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബക്കറ്റ് പോലും ഏറ്റവും മിനിമലായ ഒരു കാര്യം അതുപോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതേപോലെ ആർട്ട് സൈഡിൽ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ദിവസം നോർമലി ഒരു സ്റ്റാറുള്ള പടത്തിന് ഒരു 5 to 6 ലക്ഷം രൂപ ചെലവ് വരുന്ന സമയത്ത് ഇതിനകത്ത് റെയിൻ യൂണിറ്റ് വേറെ അല്ലെങ്കിൽ അല്ലാത്ത പുറമേയുള്ള മഴ, അപ്പൊ ഈ കോസ്റ്റ് ഷൂട്ടപ്പ് ചെയ്ത് പോവാണല്ലോ. ഇതിന് നമുക്ക് പക്ഷെ ഒരു വിഷൻ ഉണ്ട്, തിയേറ്ററിൽ കാണുന്നു, ആളുകൾ അനുമോദിക്കുന്നു, പിന്നെ റവന്യൂ വരുന്നു. അതിനൊരു മാനസികമായിട്ട് കൂടി നമ്മൾ ഒരുങ്ങണമല്ലോ. അതിനെങ്ങനെ സാധിച്ചു? അത് സിനിമ പ്രൊഡക്ഷൻ എന്നല്ല, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നവരെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അതിലൊരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് അത് തന്നെ ഫീൽ ചെയ്യും. പിന്നെ നേരത്തെ പലരും പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് അൺപ്രസിഡൻറ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ബിസിനസ്സിലും ഉണ്ടാവും. അത് നമ്മൾ ഓരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനേ ഉള്ളൂ.